അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു കടായിലേക്ക് 250 ml കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ വെള്ളവും മാവൊക്കെ അളന്നിട്ട് എടുക്കാം. 1.5 കപ്പ് അരിപ്പൊടിയുടെ അളവിനാണ് 3 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള തരിയൊന്നുമില്ലാത്ത അരിപ്പൊടി എടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുത്തത് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുത്തത് ആ ഗ്ലാസിന്റെയോ ആ കപ്പിന്റെയോ അളവിൽ തന്നെ പകുതി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പൊടി വെള്ളമായിട്ട് യോജിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. പാനിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ 2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിന്റെ നനവൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ഒരു 2 മിനിറ്റ് ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ മാറി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാതെയാണ് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും ആ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു 10 വെളുത്തുള്ളി അല്ലികള് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് 10 എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ 5 എടുത്താൽ മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സവാള വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. സവാള വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒരുപാട് വയന്ന് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി. ഇതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാളയൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഇതിൽ ചിക്കൻ വേവിച്ചത് ചേർക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വേവിച്ച് അതിൻ്റെ ചൂട് മാറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടണം.
അപ്പൊ ആ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേരാൻ സാധ്യതയുണ്ട്. വറുത്തെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റിൽ ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത ചിക്കൻ്റെ അളവ് പറയാൻ വിട്ടുപോയി. ഒരു 300 ഗ്രാം ചിക്കനാണ്. വെള്ളം ഒന്നും ചേർക്കാതെ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ചൂട് മാറിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ മിക്സിയുടെ ജാറിലിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലാണ്. കുറച്ച് മല്ലിയില ചേർക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ മാവ് വാട്ടിയെടുത്തതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുഴച്ചിട്ടെടുക്കാം. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കിയ സമയം മാത്രമേ മൂടി വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എള്ളില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത മാവ് കുഴച്ച് ഉരുട്ടി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ, ഉരുള പിടിക്കുന്നത് പോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലുപ്പത്തില് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തില് ഉരുട്ടിയെടുക്കുക. ഇനി ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എടുക്കുക. നമ്മൾ ഈ മാവ് പരത്തി എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വാഴയിലയിൽ വെച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചോ ഒന്ന് പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരുപോലെ പരന്ന് വന്നോളും. ഒരു 4 എണ്ണം ഞാൻ വെച്ചു കൊടുക്കുകയാണ്. ഓരോന്നായിട്ടല്ല ചെയ്യുന്നത്, 4 എണ്ണം വെച്ചു കൊടുക്കുകയാണ്. 4 ഉരുളകളും ഒരേ വലിപ്പത്തിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതിന്റെ മുകളിൽ ഒരു വാഴയില വെച്ച് കൊടുക്കാം. ഇനി ഒരു തട്ടോ പ്ലേറ്റോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലോണം റൗണ്ട് ഷേപ്പായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൽ നമുക്ക് 2 ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നടുഭാഗത്ത് വെച്ച് കൊടുക്കാം. സെന്ററിൽ മാത്രം ഫില്ലിങ് വെക്കുക. അപ്പോൾ 2 എണ്ണത്തിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പരത്തിയെടുത്ത മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കയ്യിലെടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ കൊടുത്താലും മതി. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് മടക്കി ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ നമ്മൾ പരത്തിയെടുത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്ത ഓരോ പത്തിരിയും ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു വാഴയില വെച്ചിട്ടുണ്ട്. വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് പരത്തി ഷേപ്പ് ചെയ്തെടുത്ത ഓരോന്നും ഇതിൽ വെച്ചു കൊടുക്കാം. അപ്പൊ 2 ബാച്ചായിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഉടനെ തന്നെ എടുക്കരുത്. ഫ്ലെയിം ഓഫ് ആക്കി എന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം പുറത്തെടുക്കാം. അപ്പൊ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ്. ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. വെറുതെ എണ്ണ പലഹാരങ്ങൾ കഴിച്ച് അടുത്തവർക്ക് ഇതുപോലെ പത്തിരി ഉണ്ടാക്കി തയ്യാറാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്